അസ്സലാമലൈക്കും, നമസ്കാരം. മാബിൻഡക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാം. എണ്ണമാങ്ങ ഇതാ കുറച്ച് ചെനച്ചതാട്ടോ, നല്ല ടേസ്റ്റാണ്. കുറഞ്ഞൊരു മധുരവും പുളിയൊക്കെ കൂടി ആകുമ്പോൾ കുറഞ്ഞൊരു ചെനച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അച്ചാറും ഇടുന്നുണ്ട്. ഇത് ഞാൻ കാണിക്കണില്ല, ഇത് സാധാ അച്ചാർ നമ്മൾ ഇടണ അതിൽ ഇതിന് മുമ്പ് അത് ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ എണ്ണമാങ്ങ ഉണ്ടല്ലോ, കുറച്ച് മാങ്ങ കിട്ടിയപ്പോൾ നമുക്ക് കുറച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതാ എണ്ണ. നമുക്ക് ആദ്യം ഈ മുളകൊന്നുണ്ട് വറുത്തെടുക്കണം. മുളകൊന്ന് വറുത്തെടുക്കണം, കുറച്ച് വറ്റൽ മുളക്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10-15 എടുത്തതിന് മുളക് ഇട്ട വറ്റൽ മുളക്, പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല. ഇതൊന്ന് വറുത്തെടുക്കണം. ഇല്ല, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ കഞ്ഞിക്ക് ചോറിനൊക്കെ പറ്റും. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ലേശൊരു മധുരവും പുളിയൊക്കെ കൂടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പച്ചമാങ്ങ കൊണ്ടും ഇടാം, ഇങ്ങനത്തെ കൊണ്ടും ഇടാം കേട്ടോ, ഉണ്ടാക്കാം. അപ്പോൾ അതും നിങ്ങൾ കണ്ടു നോക്കി. ഇതെന്തൊക്കെ ചെയ്യണം നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണണം കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മുളക് ഇതല്ല, കുറച്ച് മുളക് അതിട്ടിട്ടുണ്ട്. തീ കുറച്ച് തീ കുറച്ചാട്ടോ. പിന്നെ വറുക്കണ്ടി അല്ലെങ്കിൽ പെട്ടെന്ന് എന്താപ്പോൾ പറയുക, കരിഞ്ഞു പോണ്ട. അപ്പം നമുക്ക് ലേശം കറിവേപ്പും കൂടി ഇടാം, കറിവേപ്പിൻ്റെ ഇല. നല്ലപോലെ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കോരി തീ ഒരു ഉണങ്ങിയ പാത്രത്തേക്ക് നമുക്കിത് കോരിയെടുക്കാം. വെള്ളം ഉണ്ടാകരുത് കേട്ടോ. എത്ര കാലം വേണമെങ്കിലും വെള്ളമില്ലാതെ നമ്മൾ ഉണങ്ങിയ ഇതിലൊക്കെ ചെയ്തെടുക്കാം. ഈ മുളകുണ്ടല്ലോ, നമ്മൾ കഴുകി ഉണക്കി വെച്ച മുളകാട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഇതിനൊരു പൊടിയും പൂപ്പലൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളൊന്ന് കഴുകി ഉണക്കണേ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് അടക്കട്ടെ, പൊടിച്ചിട്ട് വരെ. നമ്മൾ തീയൊക്കെ എടുത്തി വെച്ചിന്ന് ഇതൊന്ന് പൊടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടോ. അപ്പം അങ്ങനെയാണ് നമുക്ക് കിട്ടിയത്, കറിവേപ്പിൻ്റെ ഇലയും മുളകും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്, ഓഫാക്കിയിട്ടുകൊണ്ട് ഒന്ന് ചൂടാവട്ടെ ചട്ടി. ഇനി നമുക്കിതിങ്ങനെ കുറേശ്ശെ വറുത്ത് കോരാം. അപ്പം അങ്ങനെ കുറച്ച് ഒന്ന് ചൂടായതിൻ്റെ ശേഷം, ചൂടായോന്ന് ഇട്ടോട്ടെ. ഇല്ല, ഒന്നും കൂടി ചൂടാകണം. ചൂടായിട്ട് നമുക്ക് ഇതിലിട്ട് കുറേശ്ശെ ഇങ്ങനെ ചൂടായിന്.
2 ട്രിപ്പാക്കി നമുക്ക് ഇടാം. ഇത് കുറച്ചൊരു കട്ടിയുള്ള അധികമുള്ളതുണ്ട്, ഒന്ന് ചെറുതാക്കണം. ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയാൽ മതി. വേണ്ട കാണിച്ചു തരാം കോഴിക്ക് നോക്ക്. ഞാനായാൽ മതി കേട്ടോ. ആ ഞാൻ അടുത്തിട അതും കൂടി അങ്ങ് ഇട്ടു. ഇതും ഈ എണ്ണ കടന്നൊന്ന് ഇതുപോലെ ഒന്നാക്കി ഇട്ടു. ഇതൊന്ന് എന്താ ഇപ്പോൾ പറയുക, എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കേണ്ട ഒരു സമയം മാത്രം നമുക്ക് ചിലവുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടാകാതെ നമുക്ക് തിന്നാൻ പറ്റുമല്ലേ. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതൊന്ന് ഇതിലിട്ട് ഇതൊന്ന് വെയിറ്റ് ചെയ്യാമെന്നുള്ളൂ കുറച്ച് നേരം. അപ്പം നമ്മളെ മാങ്ങ ശരിയായി വരുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാം. അപ്പം എന്താ വെച്ചാൽ ഈ മാങ്ങ ഉണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ നമ്മൾ മാങ്ങ എടുത്ത് എത്ര തുടച്ചാലും കഴുകി തുടച്ചാലും ഒരു വയർപ്പ് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു 5 മിനിറ്റ് ആ വെയിലത്തൊന്ന് വെച്ചാൽ മതി. അപ്പോൾ ആ വെള്ളമൊക്കെയാണ് വലിഞ്ഞു എന്നിട്ട് എടുത്താൽ മതി. അല്ലെങ്കിൽ ആ എന്താ ഇപ്പോൾ പറയുക, ഒരു വെള്ളം ഇങ്ങനെ പൊടിഞ്ഞു വരികയാണ്. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് നോക്കി ഇതുപോലെ ഇട്ട് വെച്ചാൽ നമുക്ക് എത്ര കാലമാണെങ്കിലും ഇത് നിൽക്കും ചെയ്യും. നമുക്ക് കൂട്ടാനൊക്കെ ഇല്ലാത്തപ്പോൾ ഉള്ളപ്പോഴും ഇത് ഒന്ന് ഒരു കഷ്ണം എടുത്ത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കഞ്ഞിക്ക്, ചോറിന്, എല്ലാത്തിനും പറ്റും കേട്ടോ അത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ. ഇതിപ്പോൾ അറിയാത്തവരാരും ഉണ്ടാവില്ല, എന്നാലും ആരെങ്കിലും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, ഓൽക്കും വേണ്ടിയിട്ടാട്ടോ നമ്മൾ ചെയ്തും കൊണ്ടിരിക്കണേ. ഇപ്പോൾ അതിൻ്റെ കൂടെ മറ്റേ അരിഞ്ഞ് വെച്ചാൽ ഉപ്പൊക്കെ ആക്കി വെച്ച് തിരിഞ്ഞ് വെച്ചാൽ ഇതും കൂടെ അതിൻ്റെ കൂടെ കൊണ്ടുപോയില്ല. നമ്മളെ മാങ്ങ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ആദ്യം നമ്മൾ കോരിയെടുത്ത് അതേ പാത്രത്തിലേക്ക് കോരി. തീയൊന്ന് ഓഫാക്കുക. ഈ എണ്ണ ഒന്ന് ചൂടാക്കണം, കുറച്ച് ഒഴിവാക്കണം. ഇത്രയും എണ്ണ വേണ്ട. അപ്പോൾ അത് നമുക്ക് പൊടികളൊക്കെ ഇടാം കേട്ടോ. ചട്ടി കുറച്ച് ചൂടാറിയിട്ടുണ്ട്. മുളക് പൊടി എരിവുള്ള, മറ്റേത് എരിവുള്ള തന്നെയാണ്, എന്നാലും കുറച്ച് ഇത് ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂണിന് ഒരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. എരിവ് നമ്മളെ പാകത്തിനിടുക. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുഞ്ഞ് സ്പൂൺ അതുകൊണ്ടാണ്. പിന്നെന്താ ഇടേണ്ടത്, ഉലുവാപ്പൊടി. ഇതുണ്ടല്ലോ, ഉലുവയും കടുകും കൂടി പൊടിച്ച് വെക്കണം കേട്ടോ. അതുകൊണ്ട് ഇത് വേറെ ഇടേണ്ട ആവശ്യമല്ല. അതാ ഉലുവയും കടുകും പൊടിച്ചത്. ഇത് നമ്മളിങ്ങനെ പൊടിച്ച് വെക്കണതാണ്. പെട്ടെന്ന് ഒരു അച്ചാറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് പൊടിച്ച് വെക്കണ പൊടിയാണ്. അപ്പോൾ അതുകൊണ്ട് കായപ്പൊടി ഇതിലില്ല, അത് ഞാൻ തീർത്ത് കണ്ടിട്ടാ. വേറെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ കിട്ടിയത് ഇങ്ങനത്തെ കണ്ടോ. ഇപ്പോൾ കായപ്പൊടി ഒരു കുഞ്ഞ് സ്പൂണിന് 1 സ്പൂണ് കായപ്പൊടി ഇട്ടാണ്. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പൊടി ഉണ്ടല്ലോ, അതൊന്നുമില്ല. അപ്പം അതും ഇട്ട് ഒന്ന് ഇളക്കിയിട്ട്, കുറഞ്ഞ ചൂടുണ്ട് ചട്ടി, ഒന്ന് ഇളക്കി ഇതിൻ്റെ ചുവയൊക്കെ ഒന്ന് പോട്ടെ. വലിയ ചൂടില്ല കേട്ടോ, അത് ചൂടായ കരിഞ്ഞു. നമ്മൾ ഈ വറുത്ത് വെച്ച മാങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
ഞാൻ അച്ചാർ ഇടുന്നതുകൊണ്ട് ഇത് കുറച്ചായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് കാണുന്നുണ്ടോ? ലൈറ്റൊക്കെ രണ്ടും ഇട്ടണല്ലോ. എന്നിട്ടെന്താ ഇച്ചിരി എണ്ണ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഊറ്റി വെച്ച എണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. കുറേ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട. മതി. ഒന്ന് കണ്ട് നനയാൻ ഇതൊന്ന് പിടിക്കാൻ മാത്രം. ഇതല്ല അപ്പം നമ്മളെ എണ്ണമാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ മാങ്ങ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക മാങ്ങ കിട്ടുമ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒന്ന്. പിന്നെ ഇനി ഞാൻ അച്ചാർ ഇടുന്നുണ്ടാവും, ഞാൻ കാണിക്കണില്ല. സാധാരണ ഞാൻ ഇടുന്ന അച്ചാർ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവരോടും ഒരുപാട് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഉപ്പിട്ട് നിങ്ങളെ കാണിച്ചില്ലേനി കേട്ടോ. ഉപ്പിട്ടണേ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ഉപ്പിട്ട് മാത്രം കാണിച്ചു, ഉപ്പിടാതെയാണ് ഉണ്ടാക്കിയത്. ഉപ്പിട്ട് നിങ്ങളോട് പറയാൻ മറന്നുപോയേ. അപ്പോൾ ഉപ്പിടുക അതിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് ഇതിലിപ്പോൾ ഈ എണ്ണ വാങ്ങിയിൽ ഉപ്പില്ലല്ലോ ആലോചിച്ചണ്ട. ഉപ്പിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്.